Hi guys, welcome to the Manyapada podcast Beyond the Yellow Walls. ഓവർ ദി ഇയേഴ്സ് ഈ ആളുകൾ ക്ലബിന്റെ സൈഡിൽ നിന്ന് ആളുകൾ മാറുന്നുണ്ട് എന്നുള്ളതല്ലാതെ വിഷയങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു. നമ്മളൊരു ഒരു കോച്ചിനെ മാറ്റി പുതിയൊരു കോച്ചിനെ കൊണ്ടുവരുമ്പോൾ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോകണം എന്നില്ലത്. ജസ്റ്റ് വേർഡ്സിന് അപ്പുറമായിട്ടുള്ള ഒരു ആക്ഷൻസ് സംഭവിക്കുന്നു. ഇവര് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫാൻസ് ഒരു പ്ലേ ഓഫ് എങ്കിലും ശരിക്കും നമ്മൾ ബാൻഡറിങ് ഒക്കെ കുറച്ചും കൂടി ഈ സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ വൈറലാകാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി ക്രിറ്റിസിസംസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞ ഇത്രയും പ്രശ്നങ്ങളോട് നിൽക്കുമ്പോൾ ഫെബി കൊണ്ട് സോ നമ്മൾ ഇന്നിവിടെ ഒരു പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. മഞ്ഞപ്പടയെ കുറിച്ചും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും നമുക്കിവിടെ സംസാരിക്കാം, ഓപ്പണായി തന്നെ സംസാരിക്കാം. എൻ്റെ പേര് വിഷ്ണു, എൻ്റെ കൂടെ എന്നുള്ളത് നിഖിൽ ആൻഡ് അനന്തു ആണ്. സോ ഹാപ്പി ടു ബി ഹിയർ. ഫസ്റ്റ് എപ്പിസോഡ് നമ്മുടെ ഒരു ഫസ്റ്റ് ഇനിഷ്യേറ്റീവിൽ ഒരു ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഇവിടെ പറ്റുക അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഹാപ്പിയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ സ്ട്രേറ്റ് ടു ഹേർട്ട് ആൾക്കാരോട് സംസാരിക്കാൻ കോൺവേഴ്സ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. വിതൗട്ട് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ വളരെ ഷോർട്ട് വേർഡ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അപ്പുറത്തേക്ക് നമുക്ക് ഒരു കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചുകൂടെ ഒരു വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും ആ ഒരു ക്യാരക്ടർ നമുക്ക് തരുന്നത്. ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ബിഗ് കുഡോസ്. അതൊരു എന്താ പറയുക, നമുക്ക് സ്ട്രേറ്റ് ടു ഹാർട്ട് അല്ല സ്ട്രേറ്റ് ഫ്രം ദ ബോട്ടം ഓഫ് ഹാർട്ട് നമുക്ക് പല കാര്യങ്ങളെ പറ്റിയും സംസാരിക്കാം. അതുപോലെ പല ഗസ്റ്റുകളെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. അങ്ങനെ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ജനറൽ ഫാൻസ് ആയിട്ട്, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയുള്ള നമ്മുടെ ലോകത്തെ എല്ലായിടത്തുള്ള ഫാൻസ് ആയിട്ട് ഒരു ഓപ്പൺ ടോക്ക് നമുക്ക് അല്ല ഒരു കോൺവെർസേഷൻ നമുക്ക് എന്താണ് നമ്മളിപ്പോൾ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആളുകൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ലൈക്ക് എന്താ മുമ്പേ പറഞ്ഞല്ലോ, വളരെ സ്ട്രേറ്റ് ടു ഹാർട്ട് നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുക, വിഷ്വലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ലിമിറ്റഡ് വേർഡ്സിലോ അല്ല ഹാഷ്ടാഗ്സിലോ ഒതുങ്ങാതെ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു പോസ്റ്റ് എടുക്കുന്ന പല കാര്യങ്ങളും ഫിൽറ്റർ ഇൻ ദ സെൻസ് നമുക്ക് ക്രിസ്പ് ആക്കേണ്ടി വരും, പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ. അതൊന്നും ഇല്ലാതെ നമുക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊരു ലോങ് കോൺവെർസേഷൻ തന്നെ ഒരു ഓവർ ദ ടോപ്പിക്സ് നമുക്ക് സംസാരിക്കാൻ പറ്റുക എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റുകളെ കൊണ്ടുവരാൻ പറ്റും. നമ്മളുടെ തന്നെ കൂട്ടത്തിലുള്ള ഫാൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഫാൻസിന് വേണ്ടിയിട്ട് ഒരു പോഡ്കാസ്റ്റ് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. അതും വേറെ PR ഇൻഫ്ലുവൻസുകളൊന്നും ഇല്ലാതെ ഫിൽറ്റേഴ്സ് ഒന്നും ഇല്ലാതെ അതെ ഒരു പ്രഷറും ഇല്ലാതെ സംസാരിക്കാൻ പറ്റും. സംസാരിക്കുന്ന പോലെയാണ്. അത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. എസ്പെഷ്യലി കഴിഞ്ഞ സീസണിലെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആളുകളോട് സംസാരിക്കാനും മാനേജറിനോട് സംസാരിക്കാനും എൻ്റെ ഫുട്ബോൾ കമ്മ്യൂണിറ്റിയോട് സംസാരിക്കാനും ഒരുപാട് ടോപ്പിക്സ് ഇപ്പം കറന്റ്ലി ഇന്ത്യൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മളെ കഴിഞ്ഞ സീസണിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മൾ മഞ്ഞപ്പട ചെയ്ത പ്രൊട്ടസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫാൻ പെർസ്പെക്റ്റീവ്, വെരി ഫാൻ പെർസ്പെക്റ്റീവ്. അല്ലാതെ എന്താ പറയുക, നമ്മളിപ്പം എന്തെങ്കിലും എഴുതി വെച്ച് പ്ലാൻ ചെയ്ത് ചെയ്യാൻ അങ്ങനത്തെ ഒരു സാധനം വളരെ റോ ആയിട്ട് അൺസ്ക്രിപ്റ്റഡ് ആയിട്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഒരു ഫ്ലോയിൽ നമ്മൾ സംസാരിച്ച് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പം ലാസ്റ്റ് സീസൺ എന്താ തോന്നിയത്? ലാസ്റ്റ് സീസൺ ആക്ച്വലി ഇവാനാശാൻ ഉള്ളൊരു കോച്ചിനെ പറഞ്ഞു വിട്ടു ശേഷം സ്റ്റാറയാണ് നമ്മൾ ആ ഒരു സീസണിൽ സ്റ്റാർട്ട് ചെയ്തത് കോച്ചായിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവാനെ ചേഞ്ച് ചെയ്തപ്പോ ഇവാന്റെ ഒരു സക്സസ്ഫുൾ ടെനർ തന്നെ വിളിക്കേണ്ടി വരും. നമ്മൾ കൺസിക്യൂട്ടീവ്ലി നമ്മൾ പ്ലേ ഓഫ് കളിച്ചിട്ടില്ല അത്രയും സീസണുകൾ. വളരെ മോശം ഫേസ് ചെയ്യുന്നതാണ് ഇവാൻ വരുന്നത്. ഫാൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ഓൾസോ ആ കോച്ചിനെ കൊണ്ടുവരുമ്പോൾ സ്റ്റാർ പോലെ ഒരു കോച്ചിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ പല സ്പെക്കുലേഷൻസും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സീസൺസ് വെച്ചിട്ട് പുള്ളിയുടെ ട്രാക്ക് ആരാധകരുടെ ഇടയിൽ കുറച്ചുകൂടി ബാക്കി കോച്ചസിന് വെച്ച് ഫാൻസിന് കുറച്ചുകൂടി ഇഷ്ടമുള്ള ഒരു കോച്ചായിരുന്നു ഇവാനാശാൻ. തീർച്ചയായും എനിക്ക് പേഴ്സണലി പറയാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരിക്കലും മറക്കത്തില്ല. അത്രയും ഓറയുള്ള വളരെ ജെന്യുവൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ്, വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു
നല്ലൊരു ഹ്യൂമൻ ബീങ് നമുക്ക് ഈ ഉണ്ടാക്കിയ സക്സസ്ഫുള്ളിനെക്കാട്ടിലും പുള്ളി ആ ഒരു ഓറ ഉള്ള മനുഷ്യനായിരുന്നു. അയാളെ റീപ്ലേസ് ചെയ്യുമ്പോൾ ആ ഓറയും ബാക്കിയുള്ളതെല്ലാം മാറ്റി വെച്ചോ. നമുക്ക് ഫാൻസിന് വേണ്ടത് ഇവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന റിസൾട്ട്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് മേക്ക് ഷുവർ ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് ഫസ്റ്റ് വീഴ്ച ഞാൻ കാണുന്ന ലാസ്റ്റ് സീസണിലെ. ഇപ്പോ ഇവാൻ ആശാനെ കുറിച്ച് പറയുമ്പോഴും പലരും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇവാൻ ആശാൻ ഉണ്ടായിരുന്ന സമയത്ത് ആശാനെ മാറ്റി വേറെ കോച്ചിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടിരുന്നു. അപ്പൊ അവരൊക്കെ മെയിൻ ആയിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ ഒരു പ്രോപ്പർ ടാക്ടിക്സ് ഇല്ല, ഒരു സ്ട്രാറ്റജി ഇല്ലാതെ പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ടു മീ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ക്ലബിനും വേണ്ടത് ഒരു ഫുട്ബോളിംഗ് ഫിലോസഫിയാണ്. ആ ഫിലോസഫി കൊണ്ടുവരാനായിട്ട് ആശാന്റെ ആ ഒരു സീസൺസിൽ നമുക്ക് സാധിച്ചിരുന്നു ആക്ച്വലി. ലൈക്ക് ആ ഒരു യാത്രയിലേക്കായിരുന്നു നമ്മൾ. അപ്പൊ അവിടെ പെട്ടെന്ന് നമ്മൾ ഒരു സ്റ്റോപ്പ് ഉണ്ടാവുകയും പിന്നീട് വരുന്ന ആള് അത് ടേക്ക് ഓവർ ചെയ്യുന്ന പുള്ളി ചെയ്തു വെച്ച കാര്യങ്ങൾ ആ ലെഗസി മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള അതിനെക്കാട്ടും നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന ഒരു തരത്തിലുള്ള സൈനിങ് ആയിരിക്കണം എന്നുള്ളത് ചെയ്യണമായിരുന്നു. ഇവർ പറഞ്ഞിരുന്നത് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവാൻ ആശാൻ കൺസിക്യൂട്ടീവ്ലി 3 സീസൺ നമ്മളെ ഫസ്റ്റ് സീസൺ ഫൈനലിൽ എത്തിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്ത് അർത്ഥമാക്കുന്ന സാധനം എന്ന് പറയുന്നത് ഒന്നിൽ പ്ലേ ഓഫിന് മുകളിൽ ഫിനിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുക, എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് കൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ടാഗ് ചെയ്യുമ്പോൾ ഓരോ വാക്കുകൾ ചുമ്മാ എടുത്ത് വെച്ചിട്ട് എറിഞ്ഞിട്ട് കാര്യമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെഫിനറ്റ്ലി അത് തന്നെ ആയിരിക്കണമല്ലോ. അവര് അല്ലെങ്കിൽ ഫാൻസിനോട് ഫാൻസ് ഒരു പ്ലേ ഓഫ് എങ്കിലും എക്സ്പെക്ട് ചെയ്യും. തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് പോയില്ലെങ്കിൽ നിൽക്കുന്നിടത്ത് സമമായിട്ട് നിൽക്കാൻ. കാരണം 3 സീസൺ നമ്മൾ പ്ലേ ഓഫ് കളിച്ചു. അതെ, അറ്റ്ലീസ്റ്റ് നമ്മൾ അടുത്തൊരു കോച്ച് വരുമ്പോൾ നമ്മൾ എന്തായാലും പോകാതിരിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ല സംഭവിച്ചത്, ഡൗൺ സ്റ്റെപ്പ് ആണ് നമ്മൾ എല്ലാ രീതിയിലും നമ്മള് ഭയങ്കര ഇതായി പോയി എന്നുള്ളതാണ്. അതായത് ഒരു ഗ്രാഫിൽ പോയിക്കൊണ്ടിരുന്ന ഒറ്റയടിക്ക് അപ്സൈഡ് ഡൗൺ ആയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തത്. പക്ഷെ അതിന് പ്രിക്കോഷണറി മെഷേഴ്സ് എത്രത്തോളം എടുത്തു എന്നുള്ളതും എനിക്കറിയില്ല. പെട്ടെന്ന് അങ്ങനെ കണ്ടിജൻസീസ് എല്ലാ കേസിലും വരും. ഇപ്പൊ നമ്മളൊരു കോച്ചിനെ മാറ്റി പുതിയൊരു കോച്ചിനെ കൊണ്ടുവരുമ്പോ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോണം എന്നില്ല. പക്ഷെ അവിടെയും ഇവർ ഈ പറയുന്ന പോലെ ഇവർ ആദ്യമേ പറയുന്നതല്ല, പിന്നെ ഒരു ഹാഫ് ഓഫ് ദ സീസണിൽ പിന്നെ പറയുന്നത് സ്റ്റാറെ കൊണ്ടുവരുമ്പോൾ സ്റ്റാറെ ഞങ്ങൾ ഇത്ര ഇത് കാൻഡിഡേറ്റ്സ് ചെയ്യുന്ന ഞങ്ങൾ തപ്പിയെടുത്ത കോച്ചാണ്, ഞങ്ങൾ ഇത്രയും അനലൈസ് ചെയ്ത് നമ്മുടെ പ്ലാനുമായിട്ട് അലൈൻ ചെയ്യുന്ന ഇതിനെല്ലാം മറ്റു ക്വസ്റ്റ്യൻ മാർക്ക് ഒന്ന് വീണോണ്ടിരിക്കും. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോ എല്ലാ മാറ്ററിലും ക്വസ്റ്റ്യൻ മാർക്ക് വീഴും. ഞങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞത്. ഹാഫ് സീസണിൽ തന്നെ സ്റ്റാറെ സാക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഇവരുടെ എക്സ്ട്രീം പ്ലാനിങ് മൊത്തം എന്നുള്ളത് ആദ്യമേ തന്നെ ഇവര് തന്നെ സമ്മതിച്ചേരേണ്ട സാധനമാണ്. പിന്നീട് അവിടുന്ന് എന്താ പറയുന്നത്, ഇവര് ചെയ്യുന്നത് നമ്മളുടെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള പുരുഷോത്തമൻ സാറിനെ കോച്ചാക്കുകയും ടോമക്ക് ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇതെല്ലാം എന്താ പറയാ മറ്റേ ടെമ്പററി ഫിക്സുകളാണ് സംഭവിക്കുന്നത്. ഒരു ജെനുവൻ ഫിക്സുകൾ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ലാസ്റ്റ് സീസൺ ഒരു വൺ വേർഡിൽ ഇത് ചെയ്യാൻ ചോദിക്കുവാണെങ്കിൽ എന്റെ ഒപ്പീനിയൻ ചോദിക്കുന്നത് ഡിസാസ്റ്റർ. നമ്മളുടെ ഇത്രയും കാലങ്ങളിലെ ഏറ്റവും മോശം സീസണുകളിലും ഫാൻസിനെ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആക്കിയ ഒരു വേറെ സീസൺ ഉണ്ടാകത്തില്ല. ഞാൻ അതിനെ ടാഗ് ചെയ്യുന്നത് ഡിസാസ്റ്റർ എന്നായിരിക്കും. ഒരു വൺ വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് നീ ഡിസ്ക്രൈബ് ചെയ്യും? അത് ഡിസാസ്റ്റർ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈൽക്കോ ഷാറ്റോറിയുടെ സീസൺ ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് നമുക്ക് നമ്മുടെ ഗാലറി ഈസ്റ്റ് ഗാലറി എടുത്ത് പോയി കഴിഞ്ഞാൽ കാണാം സെന്ററിൽ മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഒരു മെയിൻ ജനറൽ ഫാൻസ് എല്ലാവരും ക്ലബിനെ വിട്ടുപോയ സമയമാണ്. അപ്പോഴും എന്താ പറയാ നമുക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ ഒരു സീസണിനേക്കാളും മോശമായിരുന്നു ഇപ്പോഴത്തെ സീസൺ എന്ന് പറയുമ്പോഴത്തേക്കും. അതാണ് എത്തിച്ചു എന്ന് തന്നെയാണ് കാര്യം. ഇപ്പൊ എനിക്കറിയില്ല, ഇപ്പൊ നമ്മുടെ സിഇഒയുടെ ടോക്സിലൊക്കെ എങ്ങനെ അങ്ങനത്തെ ഒരു ടോൺ ഞാൻ കേട്ടിരുന്നു. അതായത് നമുക്ക് ഇത്ര എക്സ്പെക്ടേഷൻ പാടില്ല, നമ്മൾ ലോയൽ ആയിരിക്കണം. അങ്ങനെ ലോയൽറ്റി നോക്കുവാണെങ്കിൽ നമ്മള് ലോയൽറ്റി ഒന്നാമത്തെ കാര്യം മെഷർ ചെയ്യാൻ പറ്റില്ല. എന്ത് വെച്ചിട്ടാണ് ഒരു ലോയൽറ്റി മെഷർ ചെയ്യാൻ പോകുന്നത്? കാരണം ഏറ്റവും
ടഫസ്റ്റ് സീസണുകളിൽ ഏറ്റവും നമ്മൾ റോബോട്ടോ അടിച്ച സീസണുകളിലും ഇവിടെ നിന്നിട്ടുണ്ട് നമ്മള്. ഇപ്പോഴും ഇവർ തെറ്റിദ്ധരിച്ചേക്കുന്ന കാര്യം നമുക്ക് ക്ലബിനോടുള്ള എന്തോ ഹെയ്റ്റ് കാരണമാണ് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതാണ്. ക്ലബിനോടുള്ള ലവ് കാരണമാണ്, ക്ലബിനോടുള്ള ലോയാലിറ്റി കാരണമാണ്, അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ അതെ അതെ. ഇതിനേക്കാൾ മോശം ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഓഫ് ദ സീസൺ നമ്മൾ വെയിറ്റ് ചെയ്തു ഒരു ഗുഡ് റിസൾട്ട് വരുമോ. എവറി സീസൺ നമ്മൾ ഓവർ ദ ഡേ എന്നുള്ളൊരു ഒരു പ്രൊട്ടസ്റ്റ് പൊട്ടിപ്പുറത്തും ഓവർ ദ ഡേ അല്ല, പല സമയങ്ങളിൽ പല രീതികളിൽ പല ആളുകളുടെ അടുത്ത്. ഇന്ന് ഇപ്പൊ സിഇഒ ഇരിക്കുന്നു, ഇതിനു മുന്നേ ഇരുന്ന ഓരോ ആളുകളോടും പല പല സമയങ്ങളിൽ ഇത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിന്റെ പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഇത് ഒരു പബ്ലിക്കിലോട്ട് ഒരു ഓപ്പൺ പ്രൊട്ടസ്റ്റിലേക്ക് പോകേണ്ട സാഹചര്യം ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവും വന്നപ്പോഴും മാത്രമാണ്. ജസ്റ്റ് വേർഡ്സിന് അപ്പുറമായിട്ടുള്ള ഒരു ആക്ഷൻസ് സംഭവിക്കുന്നില്ല. ഇവര് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പോരല്ലോ, നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്ഷനിൽ വരണം. വിത്തൗട്ട് ആക്ഷൻസ് ഇതൊന്നും ഇതെല്ലാം നിങ്ങൾ വെള്ളം തൊടാതെ വിഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അത് ഒരു ഫാനിനും ഇത് ചെയ്യാൻ പറ്റില്ല. അവർ അത്രയും ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അയാളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അയാളുടെ സോഷ്യൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അയാളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ടൈം ആയിരിക്കും ഈ ക്ലബിന്റെ കാര്യത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫിനാൻഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്നു. സീസൺ ടിക്കറ്റുകൾ എടുത്തിട്ട് കളി കാണാൻ വരുന്ന എത്ര ആളുകളുണ്ട്, ട്രാവലിംഗ് ഫാൻസ് ഉണ്ട്. ഒരു മാച്ചിന് വേണ്ടിയിട്ട് ഒരു ഫാമിലിയിലെ 4 പേര് കളി കാണാൻ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് അവരുടെ ഒരു മന്ത്ലി ബഡ്ജറ്റിലെ വലിയൊരു ഭാഗമായിരിക്കും അത്. തീർച്ചയായും അതിനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, ഞങ്ങൾ ഇവിടെ എന്തൊരു സർക്കസ് നടത്തിയാലും നിങ്ങളത് വന്ന് കണ്ടോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഡെഫിനറ്റ്ലി അതിനെ ഓപ്പോസ് ചെയ്ത് സംസാരിക്കത്തുള്ളൂ. വേറെ ഒരു സംശയം പെട്ട അതിനകത്തുള്ളൂ. അപ്പൊ അത് അങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് പാഷന്റെ പുറത്ത് തന്നെയാണ് എന്നുള്ളതാണ്. ഇതെല്ലാം ക്ലബിനോടുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതാണ്. നമ്മളിത് ചേഞ്ച് ചെയ്യണം, ഞങ്ങൾ ഇതെല്ലാം കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ആസ് ഒരു ക്ലബ് എടുത്തു കഴിഞ്ഞാൽ ഇവര് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബില് അതൊക്കെ ഇടയ്ക്ക് മറ്റേ യെല്ലോ മാൻ്റെ ഇത് വന്നിട്ട് മറ്റേ ഇത് എന്താണ് ആസ്റ്റൺ വില്ല ഫാൻസ്, ന്യൂ കാസിൽ ഫാൻസ് ഒക്കെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വെച്ചിട്ട് ISL കമ്പയർ ചെയ്യാൻ ഒരു മണ്ടത്തരമാണ്. പിന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എടുക്കുവാണെങ്കിൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി KBFCയുടെ ഒരു ടേബിളില് ട്രോഫി കിട്ടിയ എല്ലാരും കൂടി ഇരിക്കുവാണെങ്കിൽ ട്രോഫി കിട്ടിയ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ക്ലബിനും ഇരിക്കാം, KBFCക്ക് മാത്രമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അതും ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നോക്കുകയാണെങ്കിൽ 20 ക്ലബ്സ് ഉണ്ട്. ഇവിടെ ആകെ 10 ക്ലബ്ബേ ഉള്ളൂ. ഈ 10 ക്ലബില് ഓൾമോസ്റ്റ് 11-12 ക്ലബ് എടുത്താൽ ക്ലബില് ഏതെങ്കിലും ഒരു കപ്പ്. നിലവിൽ ISL കളിക്കുന്ന ടീമുകളിൽ ഒരു കപ്പ് പോലും ഇല്ലാത്തൊരു ടീം ബ്ലാസ്റ്റേഴ്സ് മാത്രമേ. ഈവൻ ഇപ്പം ഐ ലീഗിൽ വരുന്ന ടീമാണെങ്കിൽ പോലും ഐ ലീഗ് ചാമ്പ്യൻസ് ആയിട്ടാണ് ISL വരുന്നത്. സോ നമ്മള് ഫാൻസിന് ഒരു കപ്പ് ഇതുവരെ കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു തീർച്ചയായിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ അതിനെ ആ രീതിയിൽ തന്നെ ആയിരിക്കും ചോദ്യം ചെയ്യപ്പെടുന്നത്, അതിന്റെ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. കാരണം പിന്നെ ഇതൊരു 3-4 അല്ലെ 10 പേര് ഇരിക്കുന്ന ഫാൻ ബേസ് അല്ല. ഇന്ത്യയിലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും വലിയൊരു ഹ്യൂജ് ഫാൻ ബേസ് ആണ്. അവര് ഉണ്ടാക്കുന്ന ശബ്ദവും അതിനനുസരിച്ചുള്ള വലിപ്പം ഉണ്ടാവും. അത് വളരെ ചെറിയ നോയ്സ് ആയിരിക്കും എന്നുള്ളത് ഇവർ എക്സ്പെക്ട് ചെയ്ത് ഇരുന്ന് അതിന് അതുപോലെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഈ സസ്റ്റൈനബിലിറ്റിയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പൊ ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, ഈ ISL എല്ലാ ക്ലബും എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യലി അവർ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥ തന്നെയാണുള്ളത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇപ്പൊ നോക്കുകയാണെങ്കിൽ ആസ് എ ബ്രാൻഡ് നമ്മൾ ബാക്കിയുള്ള ക്ലബ്സിനെക്കാട്ടും ഒക്കെ മുകളിലാണ്. സസ്റ്റൈനബിലിറ്റി പ്രോഫിറ്റ് ലോസ് ഒക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് ലോസിലുള്ള ക്ലബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രാൻഡ് നമ്മൾ അത്ര ലെവലിൽ നിൽക്കുമ്പോഴും ബാക്കിയുള്ള ക്ലബ്സിന് ട്രോഫീസ് വരുന്നുണ്ട്. ഈ സസ്റ്റൈനബിലിറ്റിയുടെ കേസ് പറയുമ്പോൾ പോലും ബാക്കിയുള്ള ക്ലബ്സ് എല്ലാവരും സ്ട്രഗ്ലിംഗ് ആണ്. സ്ട്രഗ്ലിംഗ് ആയിരിക്കുന്ന സിറ്റുവേഷൻ തന്നെയാണ് എല്ലാവരും. അവരുടെ ഫോമുല കണ്ടെത്തുന്നുണ്ട്, ഒരു വിന്നിംഗ് ഫോമുല കണ്ടെത്തുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പൂട്ടിപ്പോവാൻ ചാൻസ് ഉള്ള ക്ലബുകൾ വരെ കപ്പടിച്ചു എന്നുള്ളതാണ്. ഇതിപ്പോ നമ്മൾ തന്നെ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഇതൊക്കെ ചോദ്യങ്ങളാണ്. അതായത് നമ്മുടെ ഇൻസൈഡ് തന്നെ നമുക്ക് ഇത്രയും ചോദ്യങ്ങളുണ്ട്. വെളിയിലുള്ള കാണുന്നൊരുത്തന് ഇതിന്റെ ഇരട്ടി നമ്മളെ കളിയാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊന്നും ഇവരെ എടുക്കുന്നില്ല. ഇവരെ എവിടെയാണ് ഒരു ബാൻഡറിങ് ഫേസ് ചെയ്യുന്നത്. നമ്മൾ റിയൽ ടൈമിൽ എവേ മാച്ചിലൊക്കെ പോകുമ്പോഴാണ് നമ്മളിത് അനുഭവിക്കുന്നതാണ്.
നമ്മുടെ ടൈമും നമ്മുടെ ഇതെല്ലാം അടുത്തുനിന്നുള്ള കളിയാക്കലും ഇതൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ മോശമില്ലാത്തൊരു നമ്പേഴ്സിൽ ഏത് എവേ മാച്ച് ആണെങ്കിൽ പോലും നമ്മൾ അവിടെ നമ്മളെ പ്രസൻസ് കാണിക്കാറുണ്ട്. ഉറപ്പായിട്ടും പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ ഹോം ഫാൻസിനെ നമ്പർ ചെയ്യുന്ന അത് പല പ്രശ്നങ്ങളിലേക്ക് എത്തിയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലെവൽ ഓഫ് ഫാൻ ബേസിന്റെ അടുത്തിട്ട് ലോയാലിറ്റി പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു സീസണിൽ തന്നെ ബാംഗ്ലൂർ മാച്ച് നമുക്കറിയാം, നമ്മള് വെസ്റ്റ് ബ്ലോക്ക് ബൂസിന്റെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ മഞ്ഞപ്പട അവരെ ഓവർകം ചെയ്തു, ചാൻഡിങ്ങിലായാലും നമ്പേഴ്സിലായാലും. ആ ഒരു മാച്ചിൽ നമ്മള് പിന്നെ അത് വാൻ ആഷാന്റെ ലാസ്റ്റ് സീസൺ വരെ അത് ആ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ. അതായത് എൽക്കോയുടെ സീസണിൽ എനിക്ക് ഓർമ്മയുണ്ട്, സെൻട്രലിൽ നിൽക്കുന്ന ആ ഒരു കുറച്ച് പേര് മാത്രമേ ചാൻഡിങ്ങിലൊക്കെ അപ്പോഴും ആക്റ്റീവായിട്ട് വന്നിട്ടുള്ളൂ. അതല്ലേ, അതിനു മുന്നത്തെ സീസണിൽ നമ്മൾ ചാൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പുറകിൽ ആൾക്കാർ ഇരുത്തുമായിരുന്നു, ഞങ്ങളിവിടെ കളി കാണാൻ വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഇത് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്തുമായിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് ചാൻഡ് ചെയ്തിട്ടുള്ള സമയങ്ങളുണ്ട്. അവിടുന്ന് പിന്നീടുള്ള സിറ്റുവേഷൻ നെക്സ്റ്റ് സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ആ ചാൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. ആ ഈസി ഗാലറിയുടെ നടുക്ക് ഇരുന്ന്, അത് മോശം സീസൺ ആയിട്ട് പോലും റിസൾട്ട് വൈസ് ടേബിൾ വൈസ് നമ്മൾ ഒരു ബോട്ടം സൈഡിലായിരുന്നെങ്കിൽ പോലും ആ എന്താ പറയാ, ആ ഒരു ഫാൻ കൾച്ചറിന്റെ ഇവോൾവിങ് ടൈം ആയിരുന്നു അത്. അതിനുശേഷം പിന്നെ കോവിഡിന്റെ ഇഷ്യൂസ് വന്ന് നമ്മള് സ്റ്റാൻസിൽ നമുക്ക് എത്താൻ പറ്റിയില്ല. അതിനുശേഷമുള്ള നമ്മൾ തിരിച്ചു വരുന്നത് ഇവാൻ ആഷാന്റെ രണ്ടാമത്തെ സീസണിലാണ്. അതെ നമ്മളൊരു വെയിറ്റ് കഴിഞ്ഞിട്ട് കോവിഡിന് ശേഷം എല്ലാവർക്കും ഗ്യാദർ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി, പിന്നെ നമ്മളൊരു ഫൈനൽസ് കളിച്ചിട്ട് ഹാർട്ട് ബ്രേക്ക് ആയിരുന്നെങ്കിൽ പോലും ഭയങ്കര പ്രതീക്ഷയോടാണ് ആ സീസൺ വരുന്നത്. എല്ലാരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു സീസൺ. ലൈക്ക് നമുക്ക് മാച്ച് കാണാൻ പോകാൻ പറ്റിയില്ല, അപ്പം നമ്മള് വീണ്ടും ഒരു പോയി കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന നമ്മള് കാണാൻ പോകുന്നത് ഇവാന്റെ സെക്കൻഡ് സീസൺ ആണ്. ഫസ്റ്റ് സീസൺ വന്ന് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ നമ്മള് ഫൈനലെത്തി. അതെ, നമ്മൾ ഈ സെക്കൻഡ് സീസണോട്ട് വരുന്നതിന്റെ ഒക്കെ ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. ആ ഒരു പാഷൻ ഭയങ്കര ഔട്ട്ബേസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാധനമായിരുന്നു. അത് കൾച്ചറലി നമുക്ക് ഒരു ഫുട്ബോൾ കൾച്ചറലി നമുക്ക് ഗ്രോ ചെയ്യാൻ ഒരുപാട് ഇവാൻ ഇതിനെല്ലാം ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി KPFC എന്ന് പറയുന്ന ക്ലബിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അയാൾ തരുന്ന ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാൻഡ്സിലോട്ട് കൊടുക്കുന്ന ഒരു പാഷൻ ഉണ്ട് അയാളുടെ. അതായത് അതേപോലെ തന്നെ ഒരിക്കലും ഇവാൻ ഫാൻസ് വേറെ ക്ലബ്ബ് വേറെ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരിക്കലും. നമ്മള് ക്ലബിന് എന്തോ കൊടുക്കുന്നുണ്ട് എന്നുള്ള ആ സത്യം പുള്ളി അതേപോലെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ആളായിരുന്നു. അത് പിന്നെ ഇന്റിമിഡേറ്റ് ചെയ്യണം എന്നുള്ളത് ഇവാന്റെ ഒരു വളരെ ഓപ്പോസിഷൻ ഇവിടെ ഒന്ന് കളിക്കുമ്പോൾ ഒരു നരകം പോലെ തന്നെ ഫീൽ ചെയ്യണം എന്നുള്ളത് നമ്മളോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് പറയാറുള്ള ഒരാളാണ്. നല്ല ഇതിൽ വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു കോച്ചിന് ഡ്രസ്സിംഗ് റൂം മാറ്റാൻ പറ്റും ഉറപ്പായിട്ടും. സൂപ്പർ മാനേജർ ആയിരുന്നു. നമുക്ക് റിസൾട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് കൺസിസ്റ്റന്റ്ലി. പിന്നെ നമ്മൾ ആസ് എ റിലേറ്റീവ്ലി ന്യൂ എന്താ പറയാ, ഒരു പുതിയൊരു കൾച്ചറാണ് നമ്മുടെ നാട്ടിൽ ഈ ഇങ്ങനത്തെ ഒരു ഫാൻ കൾച്ചർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ സീസണിൽ ശരിക്കും നമ്മൾ ബാൻഡറിങ് ഒക്കെ കുറച്ചും കൂടി ഈ സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ വൈറലാവാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി ക്രിറ്റിസിസംസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെ നിങ്ങൾ ചീത്ത വിളിക്കുന്നു അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ ഇത് വേൾഡ് ഫുട്ബോളിൽ നടക്കുന്ന ഒരു കാര്യം ആണെന്നുള്ളത് കോമൺലി, അതായത് ഇത് യൂറോപ്യൻ കൾച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ ക്ലബിന്റെ മാത്രമല്ല, ഇത് ആഗോളതലത്തിൽ ഗ്ലോബലി ഫുട്ബോൾ അവിടെ ഉണ്ടോ അവിടെ എല്ലാം ഈ പറയുന്ന ബാൻഡറിങ്ങും കൾച്ചറും എല്ലാം ഉണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ഫുട്ബോളിന്റെ ഇമോഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് ആ രീതിയിൽ ഇനീഷ്യലി ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാരൊക്കെ പിന്നീട് സപ്പോർട്ട് ചെയ്ത് ജോയിൻ ചെയ്തുള്ളൂ. ടീമിന് അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നുണ്ട്. എൻഡ് ഓഫ് ദി ഡേ ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നത് കണ്ട് തിരിച്ചു പോകാനേ ആഗ്രഹിക്കുള്ളൂ. റീസെന്റ് ഏത് പ്ലെയർ ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ 4-2 നമ്മൾ ഗോവയ്ക്കെതിരെ ജയിച്ച കളിയുണ്ട്. നമ്മൾ 2 മറ്റേ യാസർ കിടന്ന് ഇതൊക്കെ അതിനെ കുറിച്ച് പ്ലേയേഴ്സ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സാധനമാണ്. ഫാൻസിന്റെ പുഷാണ്. അതായത് 2-0 നമ്മൾ നിൽക്കുമ്പോൾ നമ്മള് ഒരിക്കലും ഡൗൺ ആയിട്ടില്ല, നമ്മൾ പുഷ് ചെയ്തുകൊണ്ടേ അവിടുന്നാണ് നമ്മൾ മറ്റേ 4-2 അടിച്ച് 2 ഗോളിന് മുകളിൽ എന്തോ മേടിച്ചിട്ടില്ല. വന്ന ഡിഫൻസ് ഉള്ള ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു
കാരണം ഓപ്പോസിറ്റ് ടീമിന്റെ പ്ലേയേഴ്സിന്റെ കാലിൽ ആ ഒരു പ്രഷർ നമുക്ക് ഇങ്ങനെ കാണാമായിരുന്നു. കാണാൻ പറ്റും. കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണാൻ. ഗോൾ വീഴുന്നു, എനിക്കൊന്ന് ഡൈസുക്കിയാന്ന് തോന്നുന്നു ഫസ്റ്റ് ആ ഫ്രീ കിക്കില് ഫ്രീ കിക്ക് ഗോൾ അടിച്ച് പിന്നെ അങ്ങോട്ട് സ്റ്റേഡിയം ഓൾറെഡി നല്ല ലിറ്റപ്പ് ആയിട്ട് നിൽക്കായിരുന്നു, നല്ല പമ്പിൽ നിൽക്കായിരുന്നു. അതിന്റെ റിസൾട്ട് ഒരു ഗോൾ വന്നപ്പോഴത്തന്നെ ഫുള്ളി ക്രൗഡും അത് എടുത്തു, പ്ലേയേഴ്സിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റി, പ്ലേയേഴ്സ് അത് റിസൾട്ട് ആക്കി മാറ്റുകയും ചെയ്യും. ഈവൻ പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് പിന്നീട് കിട്ടുകയും ചെയ്തു. അല്ല ഇതാണ് പറയുന്നത്, അതായത് ആളുകൾ ഇതിനെ ഇത് നമ്മുടെ നാട്ടിൽ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നല്ല, ഗ്ലോബലി ഇത് ഇങ്ങനെ തന്നെയാണ് ഇതിനെ ചെയ്യുന്നത്. ഹോം ടീമിന് ഹോം അഡ്വാൻറ്റേജ് വരണം. അതിന് അവിടെ ഇപ്പൊ നമ്മളിപ്പോ ഒരു നാട്ടിൽ നമ്മൾ എല്ലാരും കളിക്കുന്ന ആൾക്കാരാണ്, നമ്മളൊരു നാട്ടിൽ ടൂർണമെന്റ് കളിക്കുന്നു, ആ നാട്ടിലെ ഒരു ടീമാണ് ഫൈനലിൽ, അല്ല ആ നാട്ടിലെ ടീമുമായിട്ടാണ് നമ്മൾ കളിക്കേണ്ടി വരുന്നതെങ്കിൽ, അവരുടെ പ്രദേശത്ത് നിന്നാണ് കളിക്കേണ്ടി വരുന്നെങ്കിൽ അവർക്ക് ഒരു ലോക്കൽ സപ്പോർട്ട് വരും. ഉറപ്പായിട്ടും അവര് പല സാധനങ്ങളും നമ്മളെ സൈഡ് ലൈനിൽ നിന്നിട്ട് ആ പ്രഷറിൽ കളിച്ചേ പറ്റുള്ളൂ. ഫോക്കസ് മാറും, പ്ലേയേഴ്സിന്റെ ഇത് മാറും. ഇതേ സെയിം ഇത് നമുക്ക് മലപ്പുറം സെവൻസ് വരെ കാണാൻ പറ്റുന്ന കാര്യമാണ്. സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മളുടെ ഹോം ടീമിന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് തന്നെ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ചാൻസിലൂടെയും പാനൽസിലൂടെയും ഇതൊക്കെ ചിലതൊക്കെ അങ്ങനെ ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും 90% ഇത് പ്ലാൻ ചെയ്ത് കറക്റ്റ് എന്താണ് നമ്മൾ എവിടെ പാടണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് അതിനൊക്കെ ഒരു കൺട്രോൾ ഉണ്ട്, എന്തിലേക്ക് പോകണം, അതിനൊക്കെ ഒരു ഫ്ലോ ഉണ്ട്, എല്ലാം കുറച്ചുകൂടെ ഓർക്കസ്ട്രേറ്റഡ് ആണ്. പിന്നീട് ഇനി നമുക്ക് എന്താ പറയാ, കൾച്ചറലി ഇത് നമ്മൾ പറഞ്ഞു പോകുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ലൈക്ക് ലാസ്റ്റ് ഇയറിലെ പ്രൊട്ടസ്റ്റ് വരുന്ന സമയത്ത്, പ്രൊട്ടസ്റ്റിലോട്ട് നമ്മൾ ലാസ്റ്റ് ഇയറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മളിങ്ങനെ ആ ടീമിനെ നിലനിർത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് ഇപ്പൊ ലിവർപൂൾ കപ്പടിച്ചേക്ക സീസൺ നമ്മള് ക്ലോപ്പ് വന്നു, അതിനുശേഷം അടുത്ത സീസണിലാണ് അവര് മീൻസ് ഒരു വിന്നിംഗ് ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. അതെന്താ ചെയ്ത് അവർ ആ ഒരു കോർ ബേസിനെ ഭയങ്കര സ്ട്രോങ് ആക്കി അതിന് വേണ്ട അഡീഷൻസ് ചെയ്തു. നമ്മളിവിടെ ചെയ്താൽ മതി, നമ്മള് കോറിനെ വിട്ടിട്ട് വിന്നിംഗ് കോമ്പിനേഷൻ. അല്ല, എന്നിട്ട് പിന്നെയും ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ലിവർപൂൾ വിൻ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ടുള്ള ഒരു ബേസ്മെന്റ് ഉണ്ടാക്കുക. ഇവര് അന്ന് പറയുന്നത് അതാണ്, ഈ ഓരോ സാധനങ്ങൾ ഓരോ വർഷങ്ങളിൽ ഓരോന്ന് പറയുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നു, പുതിയ സാധനം അൺസർട്ടനിറ്റി പറയുന്നു. അതിന് മുന്നേ ഉണ്ടായിരുന്ന സാധനം ട്രസ്റ്റ് ദ പ്രോസസ് ആയിരുന്നു. അന്ന് ട്രസ്റ്റ് ദ പ്രോസസ്സിൽ നിൽക്കുമ്പോൾ ശരിയാണ് വരുന്നു സെക്കൻഡ് സീസൺ ട്രസ്റ്റ് ദ പ്രോസസ് ഓക്കെയാണ്, ഫൈനൽ കളിച്ച ടീമാണല്ലോ, ട്രസ്റ്റ് ദ പ്രോസസ് എടുക്കാം. കാരണം ഇത് നമ്മളെ പ്രൂവ് ചെയ്ത് കാണിച്ചൊന്ന് കാണിച്ചല്ലോ ഇവര് വിശ്വാസത്തിൽ എടുക്കാം എന്നുള്ളൊരു തോന്നല് ഡെഫിനറ്റ്ലി വരും, ഫാൻ ബേസിന് വരും. അത് യൂഷ്വൽ ആണ്. ചിലപ്പോ ഇവാന്റെ സെക്കൻഡ് സീസൺ ആയതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ആ സെക്കൻഡ് സീസണിൽ നമ്മൾ കുറച്ചുകൂടെ സോളിഡ് ആയിട്ട് തന്നെയാണ് കളിച്ചത്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ അവിടുന്നാണ് പിന്നെ ഇഷ്യൂസ് വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ തുടങ്ങുന്നത്. ഇഞ്ചുറീസ് വരുമ്പോൾ ബാക്കപ്സ് ഇല്ല, പോയ പ്ലേയേഴ്സിന് ഈക്വലി ഉള്ള റീപ്ലേസ്മെന്റ്സ് അല്ല വന്നേക്കുന്നത് മനസ്സിലാക്കുന്നത്. അപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രശ്നങ്ങൾ ഇവാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കാണിക്കായിരുന്നു എന്നുള്ളതാണ്. ഈ സീസണിൽ ഇവാൻ ഇല്ല, അതെല്ലാം എക്സ്പോസ്ഡ് ആയി, വളരെ ക്ലിയർ ആയിട്ട് എക്സ്പോസ്ഡ് ആയി. ഇതേ സെയിം സിറ്റുവേഷൻസ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഇതിനേക്കാളും വേർസ്റ്റ് സിറ്റുവേഷൻസിലാണ് പുള്ളി മാനേജ് ചെയ്തത്. അപ്പോഴും ഈ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് കഴിഞ്ഞ 4 വർഷങ്ങളത്തെ എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും. അപ്പോഴും ഈ സസ്റ്റൈനബിലിറ്റിയുടെ കാര്യമാണെന്ന് പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ ഈ സസ്റ്റൈനബിലിറ്റി വളരെ കൺസിസ്റ്റന്റ് ആണ്. പക്ഷെ ഈ പറയുന്ന പോലെ ഇതിലൊന്നും എനിക്ക് ഒരു പ്രോപ്പർ ആക്ഷൻസ് സംഭവിക്കുന്നില്ല. അങ്ങനെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിൽക്കുമ്പോഴും അപ്പോൾ ലോയൽ ആയിട്ടുള്ള ഫാൻസ് പോലും എന്താ പറയാ, അവരുടെ എന്താ പറയാ, നമ്മൾ ഇമോഷണൽ ടെർമോയിൽസ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടൈറ്റിൽ ഏതെങ്കിലും ഒരു ടൈറ്റിൽ വിൻ ചെയ്തതിനു ശേഷമാണ്, സോളിഡ് കൺസിസ്റ്റന്റ് ഒരു സീസണിന് ശേഷമാണ് നമ്മളിത് സംസാരിക്കുന്നതെങ്കിൽ ഇത് വളരെ ഡിഫറെന്റ് ആയിരിക്കും. നമ്മളിപ്പോ ഇരുന്ന് സംസാരിക്കുന്നത് പോലും വളരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും. നമ്മൾ പ്രതീക്ഷകളെ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടായിരിക്കും നമ്മൾ. അതായത് 10 വർഷം നമ്മൾ കേട്ടിട്ടുള്ള മറ്റേ മാനസികമായിട്ടുള്ള മറ്റേ ഇത് പോട്ടെ, ഈ പറഞ്ഞ കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ അതൊക്കെ എല്ലാ ഫാൻസിനും ഉണ്ട്. നമ്മളിത് ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ഒരു ടൈം വരെ. പക്ഷെ ഇത് ഏത് പോയിന്റ് വരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും നമ്മളിത് എത്ര കാരണം ഇവര് ഇപ്പുറത്തെ സൈഡിൽ ഈ പറഞ്ഞ ആൾക്കാരല്ല 2 വർഷം കഴിയുമ്പോൾ ഉള്ള ആൾക്കാർ. ഓവർ ദി ഇയേഴ്സ് ഈ ആളുകള് ക്ലബിന്റെ സൈഡിൽ നിന്ന് ആളുകൾ മാറുന്നുണ്ട് എന്നുള്ളതല്ലാതെ വിഷയങ്ങൾക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. വാഗ്ദാനങ്ങളുടെ എണ്ണം കൂടാന്നല്ലാതെ പ്രാവർത്തികമാകുന്ന കാര്യങ്ങളെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കും. കൺസിസ്റ്റന്റ്ലി പറയുന്ന ഒരു സാധനം ഈ സസ്റ്റൈനബിലിറ്റിയുടെ കാര്യമാണ്. കൺസിസ്റ്റന്റ്ലി മാറ്റങ്ങളില്ലാതെ ആദ്യമേ ട്രസ്റ്റ് പ്രോസസ് തുടങ്ങി കിബുവിന്റെ സീസൺ കഴിഞ്ഞപ്പോഴാണ് തോന്നി ട്രസ്റ്റ് പ്രോസസ് ആ സീസൺ സ്റ്റാർട്ടിലാണ് വരുന്നത്.
മീൻസ് ഇത് നമുക്കിപ്പോ ഈ പറഞ്ഞു പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ലൈക്ക് നമുക്ക് കൃത്യമായിട്ടൊരു ടൈം ലൈൻ കിട്ടുമായിരിക്കും. അവരും മനസ്സിലാക്കാൻ, അവർക്കും ഇപ്പം ക്ലബിന്റെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മളൊരു ഓവർദനായിട്ടൊന്നും പോയി പ്രൊട്ടസ്റ്റ്, അവർക്കും അറിയാം ഓവർദനായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തേക്കുന്ന കാര്യമല്ല, അവർ നടിക്കുന്നതായിരിക്കാം. പക്ഷെ ഫാൻസിന് കുറച്ചുകൂടെ ക്ലിയർ ആവും. അതായത് ഓരോ സീസണുകളിൽ നമ്മളിത് ഓരോ ടൈമിലും കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് സീസൺ നമ്മൾ പറഞ്ഞ പോലെ സെക്കൻഡ് സീസണിൽ എത്തിയപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്, അതായത് ഈ ഇഞ്ചുറീസിന്റെ സംഭവിച്ചേക്കുന്നത്, നമുക്ക് ബാക്കപ്സ് വന്നിട്ടില്ല, കൃത്യമായിട്ടുള്ള ബാക്കപ്പ് പ്ലാനുകളില്ല, നമുക്ക് യൂസ് ചെയ്യാൻ ഒന്നുമില്ല, ബെഞ്ചിൽ നിന്ന് അടുത്ത ഒരു അതേ ക്വാളിറ്റി ഉള്ള നമ്മൾ ടൈറ്റിലാണ് കോമ്പൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്ലെയറിനെ നമ്മൾ ബെഞ്ച് ചെയ്തിട്ട് അടുത്ത പ്ലെയർ പോകുമ്പോൾ സബ് ചെയ്ത് പോകുമ്പോൾ ആ ഈക്വൽ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ അവിടെ തന്നെ നമുക്കൊരു കോമ്പറ്റീഷൻ വേണം. സബ് ചെയ്ത് പോകുമ്പോ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ സംഭവിക്കണം ആ ഒരു ഫസ്റ്റ് 11 എത്താനുള്ള. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ ഇവര് തന്നെ പറയുന്നത് കൂടുതൽ ചെറുതാണെന്ന് ഇവര് പറയുന്നു. അപ്പം ഇത് സെക്കൻഡ് സീസണിൽ ഇത് എക്സ്പോസ്ഡ് ആയി, ലൈക്ക് നമുക്ക് ബാക്കപ്പ് പ്ലേയേഴ്സ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് ഒരു ലോങ് സീസൺ കളിക്കുന്നു. ഇവാനാഷന്റെ സെക്കൻഡ് സീസൺ, ഇവാനാഷന്റെ സെക്കൻഡ് സീസൺ നമ്മളിപ്പോ 10 വർഷത്തെ പോകുന്നതിനെക്കാട്ടിലും ബെറ്റർ നമുക്ക് തൊട്ട് മുന്നത്തെ സക്സസ് ഒരു ഡിസാസ്റ്ററിലോട്ട് പോകുന്ന കഥ പറയുന്നതായിരിക്കും കുറച്ചുകൂടി. എസ്പെഷ്യലി SD വന്ന സമയം അതാണല്ലോ, കിബുവിന്റെ സീസൺ മുതല് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കിബുവിന്റെ പോട്ടെ, കാരണം ഫസ്റ്റ് സീസൺ ആണ്, അതുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് ഒത്തിരി സ്ക്രൂട്ടിനിക്ക് നമ്മൾ പോയില്ല. ഈ പറയുന്ന പോലെ ഇവർ ഈ പറയുന്ന ഓവർ ദി ഇയേഴ്സ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അവര് മനസ്സിലാക്കേണ്ടത് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ വളരെ സിമിലർ ക്രൗഡാണ്. ഇത് കേട്ടത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, ഈ പറയുന്ന ആൾക്കാരാണ് വാക്കുകൾ പോലും എക്സാക്ട് സെയിം ആണ് പറയുന്നത്. ഈ ഒരു പോയിന്റിലാണ് ശരിക്കും പറഞ്ഞത് നമ്മൾ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ പ്രൊട്ടസ്റ്റിലോട്ട് എത്തുന്നത് ഈ പറയുന്ന എല്ലാ ടോക്കുകളും എൻഡ് ആയതിനു ശേഷമാണ്, പറയുന്നതിന്റെ മാക്സിമം ലിമിറ്റ് എത്തിയതിനു ശേഷമാണ്. അത് ആ ഏതാ സ്റ്റാർ വന്ന സീസണിലെ ഫസ്റ്റ് മാച്ചിലൊന്നും പോയി ആരും പ്രൊട്ടസ്റ്റ് ചെയ്തില്ല. അതും വെയിറ്റ് ചെയ്ത് മോശമായിരിക്കും. സ്റ്റാറെ പോയതിനു ശേഷമാണ്, സ്റ്റാറെ പോകുന്ന ആ മൊമെന്റിൽ നമ്മൾ ആക്ച്വലി ആ ഒരു ബാംഗ്ലൂർ മാച്ച് അവേ മാച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പ്രൊട്ടസ്റ്റിലേക്ക് പോവാന്നുള്ളൊരു കാര്യത്തിലേക്ക് കടക്കുന്നത്. കാരണം ആ ഒരു മാച്ച് നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഡ്രോ ആവേണ്ട ഒരു മാച്ച് ആയിരുന്നെങ്കിൽ പോലും നമ്മൾ ആ ഒരു മാച്ച് തോറ്റു. അപ്പോഴാണ് ആ ഒരു ഫാൻസിന്റെ വികാരം ശരിക്കും കൊണ്ട് പുറത്തേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു സ്റ്റാറെ പോയതിനു ശേഷമാണ് നമ്മുടെ പ്രൊട്ടസ്റ്റ് സ്റ്റേഡിയത്തിൽ അതിന്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യലി തന്നെ ഈ സ്റ്റാറെ പോകുന്നുള്ളൊരു ഇത് കിട്ടിയിരുന്നു. അപ്പൊ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോഴും നമുക്ക് നാച്ചുറലി വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കോച്ചിന്റെ തലയിൽ ഇട്ടിട്ട് പുള്ളിനെ സാക്ക് ചെയ്ത് ഇവരെ സ്കേപ്ഗോട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം പുള്ളിക്ക് വേണ്ട റിസോഴ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കൊടുത്തിട്ടില്ല. ആ കോച്ചിന് വേണ്ട കോച്ചിന്റെ പ്ലേസിനെയാണോ കൊടുത്തേക്കുന്നത്. അത് ഈവൻ കോച്ച് പോകുമ്പോ നമ്മളൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. കോച്ച് തന്നെ പറഞ്ഞു ഈ ഒരു ടീം എങ്ങും എത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കോച്ച് അന്ന് പോയത്. ലാസ്റ്റ് പോയത് ഒരാളെ സാക്ക് ചെയ്ത് പുതിയൊരു കോച്ചിനെ കൊണ്ടുവരുമ്പോൾ അയാൾക്ക് വേണ്ട പ്ലേയേഴ്സിനെ കൊടുക്കുക എന്നുള്ളത് ഒരു മിനിമം റിക്വയർമെന്റ് ആണ്. ലൈക്ക് അറ്റ്ലീസ്റ്റ് അയാളുടെ സ്ട്രാറ്റജിയുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടാവുക റെസ്പോൺസിബിലിറ്റി. നമ്മൾ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടാണ് പലപ്പോഴും കോച്ചിനെ കൊണ്ടുവരുന്നത്. അതെ അതെ, അതൊരു ഇഷ്ടത്തിനനുസരിച്ച് പ്ലേയിങ് സ്റ്റൈലിലുള്ള പ്ലേയേഴ്സ് ആണോ നമ്മുടെ ടീമിലുള്ളത് എന്നുള്ളത് സംശയമാണ്. ഫസ്റ്റ് ഈ ഇവാനാഷിന്റെ ഫസ്റ്റ് സീസണിൽ ആക്ച്വലി പുള്ളിയുടെ ഒരു ഇതുമായിട്ട് പോകുന്ന രീതിയിലുള്ള പ്ലേയേഴ്സ് നമുക്ക് കിട്ടി ബൈ ചാൻസ്. കാര്യം അതിന് മുന്നേ മറ്റേ കോണെ കോസ്റ്റ ആ ടീംസിനെയൊക്കെ കൊണ്ടുവന്നു. ഒറ്റടിക്ക് അവന്മാരെല്ലാം പറഞ്ഞിട്ട് പുതിയ ടീമിനെ കിട്ടിയത് പുതിയ കോച്ച് വന്നത് അപ്പൊ ആ ഒരു സമയത്ത് മാത്രമാണ്. പക്ഷേ വെരി നെക്സ്റ്റ് സീസൺ സെയിം, അതായത് വിന്നിംഗ് കോമ്പിനേഷനിൽ എത്തിയപ്പോഴും വീണ്ടും ആ കോമ്പിനേഷൻ അവിടെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു സീസൺ സ്റ്റാർട്ട് കൊണ്ടുവരികയാണ്. അപ്പോഴും സസ്റ്റൈനബിലിറ്റിയാണ് മറ്റേ പൊക്കി പിടിച്ചിരിക്കുന്ന ബോർഡ്. നമ്മള് ഇത് ഇനിഷ്യലി ഇതിനെയൊക്കെ നമ്മൾ എടുക്കും, ലൈക്ക് നമ്മൾ സക്സസ്ഫുൾ ത്രെഡിൽ നിന്നാണ് വരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നമുക്കത് എടുക്കാൻ പറ്റും. പക്ഷെ ഇത് വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇതല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം അല്ലല്ലോ നടക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞേ. ഇവര് ആളുകൾ മാറുമ്പോൾ ഇവർക്ക് ഫ്രഷ് ആയിരിക്കും, നമുക്ക് ഫ്രഷ് അല്ല. നമ്മളിത് കേട്ടും അടുത്ത കഥയാണ്. എനിക്കൊന്ന് വെരി എൻഡിൽ നടന്ന കോൺവെർസേഷൻ മീറ്റിംഗ്സിലെല്ലാം ഇത് കൃത്യമായിട്ട് ഇത് തന്നെയാണ് പറഞ്ഞോണ്ടിരുന്നത്. നിങ്ങൾ ഇത് തന്നെയാണ് എല്ലാ തവണയും പറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങൾ ആക്ഷൻസ് കാണിക്കും, എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മളത് പറഞ്ഞാൽ ആ ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാറെ പോയതിനു ശേഷമാണ് നമ്മൾ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്.
അപ്പോഴും സ്റ്റാറെ കീപ്പ് ചെയ്ത് ജാനുവരി ട്രാൻസ്ഫറിൽ ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന സാധനം, ജാനുവരി ട്രാൻസ്ഫറിൽ സ്റ്റാറൊക്കെ വേണ്ട ടൈപ്പ് പ്ലേയേഴ്സിനെ ഇവര് കൊണ്ടുവരാൻ ഇന്റന്റ് കാണിക്കുമായിരുന്നെങ്കിൽ മേ ബി ചിലപ്പം പ്രൊട്ടസ്റ്റിലോട്ട് പോവാതെ തന്നെ ചിലപ്പം കാര്യങ്ങൾ ഡീലായ ആൾക്കാർ കുറച്ചുകൂടി ഒരു വിശ്വാസത്തിൽ എടുക്കുക എന്നൊരു എന്തെങ്കിലും ഒന്ന് ഫീലിംഗ് കിട്ടും. അതെങ്കിലും ഇന്റന്റെങ്കിലും കാണിക്കണം ഇവരുടെ സൈഡിൽ. ഇവരിത് സ്റ്റാറെ സാക്ക് ചെയ്യുന്നു, ടൊമക്കിനെ കൊണ്ടുവരുന്നു, എന്നിട്ട് അടുത്ത എന്താ കാണിക്കുന്നത്, ലെഗറ്റോറിനെ സൈൻ ചെയ്തു, അതും ട്രാൻസ്ഫർ ഫീ കൊടുത്തു. അത് വേറെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വലിയ പോയിന്റാണ്. ഇവരുടെ ഹിമെനസിന്റെ ഡിപ്പാർച്ചർ വരെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വലിയ കടല് പോലെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. ഇവരുടെ പല കാര്യങ്ങളിലും വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ലെഗറ്റോറിനെ. അതായത് ഒരു ലെഗറ്റോർ എന്നുള്ള ഒരു പ്ലെയറിനെ വിട്ടേക്ക് ഒരു ഫോറിൻ പ്ലെയറിനെ കൊണ്ടുവരുമ്പോ, ഇപ്പം ജോഷുവ സട്ടോരിയെ കൊണ്ടുവരുമ്പോ ഒക്കെ ഇവരെ എടുത്തിരുന്ന, അതായത് ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരണം. ഇവിടുന്ന് ഇന്ത്യൻ പ്ലേയേഴ്സിനെ കുറിച്ച് ഇവർ ചോദിക്കുമ്പോൾ ഇവർ പറയും ഇന്ത്യൻ പ്ലേയേഴ്സ് ഇൻഫ്ലേറ്റഡ് ആണ്, ഓവർ പ്രൈസ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ നമുക്ക് താല്പര്യം. വെരി മച്ച് ഫൈൻ, അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി. പക്ഷെ അപ്പൊ ഇവര് പറഞ്ഞു ഇവിടെ മാർക്കറ്റ് ചെറുതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻഫ്ലേഷൻ വരുന്നത്. സോ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇത്രയും ഇവര് പറയുന്നു മറ്റേത് ആമസോൺ കാർഡ് പോലെ പൂൾ ഓഫ് പ്ലേയേഴ്സ് ഉണ്ട്, ഫോറിൻ പ്ലേയേഴ്സ്. ആമസോൺ കാർഡ് പോലെ ഫോറിൻ പ്ലേയേഴ്സിന്റെ പൂൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ട് ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നത്? ഇൻഫ്ലേറ്റഡ് അല്ലല്ലോ. അതെ, അവർ പറയുന്ന കാര്യം തന്നെ കോൺട്രഡിക്ടറി ആണ്. അതായത് എന്തിനാണ് ഈ ഇവർക്ക് ജോഷുവ സെട്ടോരി അന്നത്തെ റിപ്പോർട്ട് ചെയ്ത് കേട്ടിട്ടുള്ളത് 30 lakhs എന്തോ സൈൻ ചെയ്തത്, വട്ടവർ ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം ആണെങ്കിൽ, അല്ലെങ്കിൽ ലെഗറ്റോറിനെ കൊണ്ടുവന്നപ്പോഴും ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ഞങ്ങൾ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഈ പ്ലെയറിനെ വേണമെങ്കിൽ അടുത്ത സീസൺ മിഡിൽ വേണമെങ്കിൽ ഫ്രീ ഏജന്റ് ആയിട്ട് സൈൻ ചെയ്യണമെങ്കിൽ സൈൻ ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആമസോൺ കടലിൽ പോയിട്ട് ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ട് സൈൻ ചെയ്യാം. ഇവിടുത്തെ മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആണ്. പക്ഷേ ഇനി ഇൻഫ്ലേറ്റഡ് സാധനം ഇവർ പറയുന്നത് ആലോചിച്ച് നോക്ക്. എന്താണ് ഇൻഫ്ലേറ്റഡ് ആയിട്ട് ഇവർ പറയുമ്പോ ഈ എന്താ പറയാ, നമ്മള് മേടിക്കാൻ പോകുന്നിടത്ത് മാത്രമേ ഉള്ളൂ ഇൻഫ്ലേഷൻ. കൊടുക്കുന്നതിൽ ഇവർക്ക് പ്രശ്നമില്ല, സസ്റ്റൈനബിലിറ്റി പ്രശ്നമില്ല, ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കിട്ടുവാണെങ്കിൽ അങ്ങനെ കൊടുക്കുമ്പോഴും ആ കൊടുക്കുമ്പോ കിട്ടുന്ന എമൗണ്ടിനെ വൈസായിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഫാൻസിനെങ്കിലും തോന്നിയാൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ അതിനെ ഇവരുടെ ഒരു ടോക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഫിലോസഫി പറയാനായിട്ട്. അതായത് ഇന്ത്യൻ ഫുട്ബോൾ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇൻഫ്ലേറ്റഡ് ഇതില്. നമ്മളിവിടുന്ന് 3.5 കോടി രൂപയ്ക്കല്ലേ ജീക്സിനെ വിറ്റത്. അങ്ങനെ അത്രയും ഭയങ്കര നമുക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. 3.5 കോടിക്ക് തരാൻ പറ്റത്തില്ല, ഒരു 50 ലക്ഷത്തിന് കൊടുക്കാം പ്ലെയറിനെ. പ്രശ്നമില്ലല്ലോ. അല്ല, അതിന്റെ ഐറണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ക്ലബ്സിനാർക്കും വേറെ ക്ലബ്സിനാർക്കും ഈ ഇൻഫ്ലേറ്റഡ് ആണെന്നുള്ള ചിന്തയോ തോന്നലോ ഒന്നുമില്ല എന്നുള്ളത് പറയുന്നു. ഇപ്പം ഗോവയുടെ സിഇഒ ആണെന്ന് തോന്നുന്നില്ല, പുഷ്കർക്ക് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ലൈക്ക് എന്താ പറയുക ഇതുപോലെ ഭയങ്കര ഇൻഫ്ലേറ്റഡ് ആണ്. അവർ ജയ്ഗുപ്ത എന്നിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈസ്റ്റ് ബംഗാളിന് വിറ്റത് നല്ലൊരു ട്രാൻസ്ഫർ ഫീക്കാണ്. കൊടുക്കുമ്പോ ഈ പ്രശ്നമൊന്നുമില്ല, മേടിക്കുന്നതിന്റെ കഥയാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് പറ്റുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് വേണം, എന്നാൽ ഫാൻസിന്റെ അടുത്ത് റിസൾട്ട്സ് ഇല്ല എന്താന്ന് ചോദിക്കുമ്പോഴത്തേനെ പ്ലെയറിനെ മേടിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഫോറിൻ ആമസോൺ കാർഡ് എന്ന് പറയുന്ന മാർക്കറ്റിൽ പോയിട്ട് ട്രാൻസ്ഫർ കൊടുത്തിട്ട് വരും, പ്ലെയറിനെ കൊണ്ടുവരും. അതിൽ ആ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് കൊണ്ടുവരുന്ന പ്ലെയർ ഇമ്പാക്ട് ഉണ്ടാക്കും, അതുമില്ല. ഫാൻ പെർസ്പെക്റ്റീവില് ഇങ്ങനെ മറ്റേ അക്കം നിരത്തി ഇവരോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മള് പ്രോപ്പർ ചാനൽ ചോദിച്ചിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോ ഇവര് വളരെ ലെയിം ആയിട്ടുള്ള എക്സ്ക്യൂസസ്, അല്ലെങ്കിൽ ഒരു മാറ്റർ സംസാരിക്കുമ്പോൾ പക്ക കോർപ്പറേറ്റ് ഒരു ആൻസേഴ്സ് വരും. അതായത് എങ്ങും തൊടാതെ അവിടെ ഇവിടെ അല്ലാതെ ചുമ്മാ നമ്മളെ സൈഡിൽ എല്ലാം പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ മിനിറ്റ്സ് തന്നെ എടുത്താൽ മതി. ഇപ്പൊ ഈ മിനിറ്റ്സ് ഒക്കെ ഇപ്പം ഓരോ ടോപ്പിക് പറയുമ്പോഴും ബൈ കണക്ട് ചെയ്തേക്കാണ് ഓരോ സാധനത്തിൽ, ഇന്റർലിങ്ക്ഡ് ആണ് ഓരോ ടോപ്പിക്. മിനിറ്റ്സിന്റെ കഥയൊക്കെ പറയുമ്പോൾ ഈ ഇനിഷ്യലി പ്രീവിയസ് ഇയേഴ്സിൽ എനിക്ക് ഓർമ്മ കാണുന്നുണ്ട്, നമ്മള് പ്രീവിയസ് മീറ്റിംഗ്സിന്റെ മിനിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ആവശ്യമുണ്ടെന്ന് അവരുടെ സൈഡിൽ നിന്ന് തന്നെ ചോദിക്കുന്ന സാധനമാണ്. പബ്ലിഷ് ചെയ്യണോ? എന്നിട്ട് ഇത്രയും പ്രശ്നങ്ങളോട് നിൽക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇവര് വന്നിട്ട് പറയും ട്രാൻസ്പെറൻസി കേട്ടോ,
അല്ല അതല്ല ഞാൻ പറഞ്ഞ ഇത്രയും പ്രശ്നങ്ങളോടെ നിൽക്കുമ്പോ FAB കൊണ്ട് ട്രാൻസ്പെറന്റ് ആണ് എല്ലാം കൊണ്ടുവന്ന സമയം കൂടി നമ്മള് അതെ അതെ കറക്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. പ്രൊട്ടസ്റ്റിൽ സംസാരിച്ചു പോകുമ്പോൾ അതെ ഇതെന്താണ് നമ്മൾ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. നമ്മൾ ബൈ ടൈം ഓരോ സമയങ്ങളിൽ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയും ഇവർ പറയുന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്നറിയാനും വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണ്. പിന്നെ ഇവാനോടുള്ള ഒരു ട്രസ്റ്റും അതൊരു വലിയ ഫാക്ടർ ആകുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവാൻ ഒരു മേക്ക് ഷിഫ്റ്റ് ഉണ്ടാക്കും, കിട്ടിയത് വെച്ചിട്ട് ഒരു സാധനം കുക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു കോച്ചായിട്ടാണ് എനിക്ക്. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും അറിയാതെ പുള്ളി കൊണ്ടുപോകാൻ പറ്റി. ഒരുവിധം മാനേജ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സ്റ്റാറുടെ കേസിൽ എടുക്കുമ്പോൾ സ്റ്റാറെ നമുക്ക് ഒരു കോച്ചിനെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു കോച്ചിനെ സൈൻ ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ട റിസോഴ്സസ് കൊടുത്തിട്ടാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഈസ്റ്റ് ബംഗാൾ അത് ഈസിലി അത് പറയാം. കാരണം അവർ അത്രയും റിസോഴ്സ് ആ കോച്ചിന് പറയുന്ന എല്ലാ റിസോഴ്സും കൊടുത്തതിന് ശേഷം റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അയാളെ സാക്ക് ചെയ്യണം. ഇത് റിസോഴ്സുകൾ കൊടുക്കാതെ താൻ മാജിക് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഒരു കോച്ചിന് മുന്നിട്ട് അങ്ങനെ മാജിക് ചിലപ്പോ ചക്ക വീണ് മൂലിയാവുന്ന പോലൊക്കെ ചിലപ്പോ സംഭവിക്കും. പക്ഷെ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നടക്കുന്നുള്ളത്. മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആണല്ലോ, അതുകൊണ്ട് അതാണ് മെയിൻ പ്രശ്നം. സസ്റ്റൈനബിലിറ്റി വേണം, നശിച്ചു പോകരുത്. നമ്മള് കുറെ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മളെ അന്ന് ആ ഒരു മാച്ചിന്റെ സമയത്തൊക്കെ സ്റ്റേഡിയത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കൂടി നമ്മൾ സംസാരിക്കണം. അതെ അതെ. പക്ഷെ ഇതൊന്നും ഇവര് എന്താ പറയുന്നത് അക്നോളജ് ഇല്ലല്ല. ഒരു കാര്യം ഇവരുടെ ഭാഗത്തുനിന്ന് പറ്റിയതാണെന്ന് ഉള്ളത് ഇവര് ഇത് ചെയ്തില്ല. അതിനെല്ലാം ഭയങ്കര കോർപ്പറേറ്റ് മൈൻഡ് സെറ്റിൽ കോർപ്പറേറ്റ് ബുദ്ധിയിൽ ഒരു ഭയങ്കരമായിട്ട് അതിനെല്ലാം വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങളാണ് യൂഷ്വലി. അപ്പം ആ മീറ്റിംഗിലെ മിനിറ്റ്സ് വായിക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്തത്, ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ISL പറഞ്ഞിട്ടല്ലേ, അത് കേരള പോലീസ് അങ്ങനല്ലേ ഇങ്ങനല്ലേ അങ്ങനല്ലേ എന്ന് ചോദിക്കുന്നത്. ഇതൊക്കെ എന്താ പറയാ, ഇപ്പം വേൾഡിൽ എവിടെയാണ് ഈ പറയുന്ന പോലെ ഇവർക്ക് മെയിൽ അയച്ചിട്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ നാളെ ഇനി ഒരു നമ്മൾ ഡിഫോ ഇവർക്കെതിരെ നല്ല ഹാർഷ് വേർഡ്സിൽ ഒരെണ്ണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അക്സെപ്റ്റ് ചെയ്ത് തരുമോ? ഇത് കുറെയൊക്കെ ഫുട്ബോൾ ഫാൻസിന്റെ അവകാശമാണ്. ടിക്കറ്റ് എടുത്ത് ഓരോ കളി കാണാൻ പോകുന്നത് റൈറ്റ് ആണ് നമ്മുടെ ടീം. ഇവരത് ലീഗിന്റെ തലയിലാണ് ചാരുന്നതെന്നുള്ളത് ഞാൻ മിക്സ് വായിച്ചപ്പോ എനിക്ക് കിട്ടിയത്. ലീഗാണ് ഇത് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇവിടെ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല കേട്ടോ, നമ്മള് ലീഗിനല്ലല്ലോ പറയുന്നത്. നമ്മളുടെ ഒരു പ്രൊട്ടസ്റ്റും ലീഗിനെതിരെയല്ല. ഇപ്പൊ ലീഗ് നടക്കണം എന്നുള്ളത് ഓരോ ഫാനിന്റെയും ആഗ്രഹമാണ്. ഈ ലീഗ് നല്ല രീതിയിൽ നടന്നു, അത് അവരെ സപ്പോർട്ട് ചെയ്തതാണ്. ഫസ്റ്റ് ഒരു ഫാൻ ബേസ് ലീഗിനെ നമ്മുടെ ഇതിനെ ഈ ഒരു വിഷയം ഇപ്പോഴത്തെ റൈറ്റ് നൗ ഉള്ള വിഷയത്തെ അഡ്രസ് ചെയ്ത് സംസാരിച്ചത് പഞ്ഞപ്പഴയാണ് ഫസ്റ്റ് സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് ലീഗുമായിട്ടുള്ള നമ്മുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ക്ലബിനോടുള്ള അല്ല ക്ലബിന്റെ മാനേജ്മെന്റിനോടുള്ള എന്താ പറയുന്നത് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആണ്. നമ്മള് ക്ലബിനോടുള്ള സ്നേഹം കൂടി പോയതാണ് ചില. തീർച്ചയായും ഹേറ്റ് ആയിട്ട് എടുക്കും അവരുടെ മനസ്സിൽ. അല്ല, അത് മാറി മാറി വരുന്ന മാനേജ്മെന്റ് പേഴ്സണൽസ് ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ ഇത്. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്ത എന്താ പറയുക, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഈ ആൾക്കാരെല്ലാവരും നമ്മുടെ ഒപ്പീനിയൻസിനെ കേൾക്കുമായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഫുട്ബോൾ എക്കോസിസ്റ്റത്തിന്റെ ഒരു മെയിൻ പാർട്ടാണ്. നമ്മൾ ഇത് അത്രയധികം എന്താ പറയുക, ഇതിന്റെ ഈ ഫുട്ബോൾ എക്കോസിസ്റ്റത്തിന്റെ ഒരു ഇതാണ് നമ്മളെ ഫാൻസ് എന്ന ഒരു ചാനലാണെന്നുള്ളതും നമ്മളുണ്ടെങ്കിലേ ഇത് ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളിത് ഇവരിപ്പോ ഈ 4 വർഷം പല രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. കേട്ടിരുന്നാ പോരല്ലോ, എൻഡ് ഓഫ് ഡേ എന്താണേലും ആരാണേലും മുന്നേ സംസാരിക്കുന്നത് കേട്ടിരുന്നാ പോരല്ലോ. കേട്ടതിന് നമുക്ക് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവുന്നില്ല. ഇതേ സെയിം കാര്യം തന്നെ അടുത്ത ആള് മാറുന്നു, അയാൾ വന്നിട്ട് ഈ സെയിം കാര്യം കഥ പറയുന്നു. എന്താണെന്ന് ഇപ്പൊ ഇതിനകത്തൊക്കെ നമ്മുടെ ഈ മീറ്റിംഗ് മിനിറ്റ്സിൽ ഞങ്ങളുടെ ഫിലോസഫിയെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഒന്നും ഇല്ല അവർക്ക്. അങ്ങനെയാണോ ഒരു എന്താണ് നമ്മുടെ ഫുട്ബോളിംഗ് ഫിലോസഫി? എനിക്കൊന്ന് ഒരു കഴിഞ്ഞ തവണ മിഡ് സീസണിൽ നമ്മൾ ഇതേ സെയിം ചോദ്യം ചോദിച്ചിട്ടായിരുന്നു. നമ്മള് ഇപ്പം പ്ലേസിനെ സൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത് നിങ്ങൾ എന്തിന്റെ പുറത്താണ് നിങ്ങൾ പ്ലേസിനെ സൈൻ ചെയ്യുന്നത്? അപ്പൊ ഇവര് പറയുന്നത് ഞങ്ങളുടെ ഫിലോസഫി, ക്ലബിനൊരു ഫിലോസഫി ഉണ്ട്, ആ ഫിലോസഫി വെച്ചിട്ടാണ് ഞങ്ങൾ പ്ലേസിനെ സൈൻ ചെയ്യുന്നത്. എന്താണ് ഫിലോസഫി? ഓരോ സീസണിലും ഓരോ ഫിലോസഫി ആണോ എന്നുള്ളതാണ് സംശയം.
ഫുട്ബോൾ ഫിലോസഫിയിലാണ് സൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചോദിച്ചു ഓക്കെ ഈ കോച്ചിന്റെ ഇതല്ല ഇപ്പൊ ഉള്ള കോച്ചസിന്റെ കൺസിഡറേഷൻ എടുത്തിട്ടാണ് ഇപ്പൊ സൈനിങ് നടത്തുന്നത്. ഏത് ഒരു മിഡ്ടേം ഇന്ററും ആയിട്ട് നിർത്തിയേക്കുന്ന കോച്ചസിന്റെ അഭിപ്രായം എടുത്തിട്ടാണ് ഫ്യൂച്ചറിലേക്കുള്ള പ്ലേയേഴ്സിന്റെ സൈനിങ്സ് ഇവര് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അന്ന് നമുക്ക് പറയുന്നത്. അപ്പൊ ഫിലോസഫി ചോദിക്കുമ്പോൾ അന്ന് ഫിലോസഫിയെ കുറിച്ച് പറയുന്നത് നമുക്ക് ഫിലോസഫി ഉണ്ട്. എന്നിട്ട് ഇപ്പൊ ഫിലോസഫിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ലെയിമായിട്ട് ആ ഫിലോസഫിയെ കുറിച്ച് സംസാരിക്കുന്നു. അറ്റാക്കിംഗ് ഫുട്ബോൾ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഒരു ഫിലോസഫി ആയിട്ട് ഒരു ഫുട്ബോൾ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇത് വളരെ ലെയിമായിട്ട് ചുമ്മാ ഓരോ സമയങ്ങളിൽ ഓരോരോ കഥകൾ പറഞ്ഞു പോവുക. ഇതൊന്നും ഒരു പ്രോപ്പർ ഇതല്ല. അതുകൊണ്ടാണ് എനിക്ക് മറ്റേ 2 ഫാൻ ക്ലബുകളും ഈ ഫാബുമായിട്ടുള്ള മീറ്റിങ്ങിനെ മിനിച്ച് ഞാൻ കൂടുതൽ വായിച്ചാണ്. നമുക്ക് മനസ്സിലാവും ഇത് കഴിഞ്ഞ 4 വർഷം പറഞ്ഞ സെയിം കഥ തന്നെ, പുതിയ ആള് വന്നിരുന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ യാതൊരു മാറ്റവും ഇല്ലല്ലോ. പഴയ വൈൻ പുതിയ കുപ്പിയിൽ ഇറക്കി കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറൊരു സാധനം എനിക്ക് അതിനകത്തൊന്നുമല്ലേ. ഇതുകൊണ്ടാണ് ഈ ഒരു പോയിന്റിലാണ് ഇപ്പോഴും നമുക്ക് പ്രൊട്ടസ്റ്റ് പിൻവലിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. സോ ഗൈസ്, പ്രൊട്ടസ്റ്റിനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അത് അടുത്തൊരു എപ്പിസോഡിൽ സംസാരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകണ്ട. താങ്ക് യു.